ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ യാത്ര പാലക്കാട് നെല്ലിയാമ്പതിയിലാണ്. അപ്പം പാവപ്പെട്ടൊരു ഊട്ടി എന്ന് അറിയപ്പെടുകയാണ് നമ്മൾ നെല്ലിയാമ്പതി. കണ്ടില്ലേ പാലക്കാടൻ ആ ഒരു വൈബ്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്ന വലിയ മലയാണ് ആ പറഞ്ഞ നെല്ലിയാമ്പതി പോണ ആ ഒരു വലിയൊരു മല. ഇത് കണ്ടില്ലേ, നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ളൊരു ജില്ലയാണ് പാലക്കാട്. അതായത് ഈ കാണുന്ന ഈ പാടങ്ങൾ. പിന്നെ എൻ്റെ ബാക്കിൽ കുറേ മയിലുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറേ മയിലിൻ്റെ കുറേ ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ കാടായിട്ട് ഇണങ്ങി പറ്റി ചെയ്താണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു പോത്തുണ്ടി ഡാമാണ്. ആ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. ഇത് കണ്ടില്ലേ, നല്ല വിജനമായ വഴി, നല്ല സൈലൻ്റ് ഏരിയ. പിന്നെ നമുക്ക് അങ്ങ് ദൂരെ ആ ഒരു നെല്ലിയാമ്പതി അല്ലെങ്കിൽ പോയി ബാക്കി വിശേഷം. അപ്പോൾ ഇനി നമ്മൾ ഈ പോകുന്ന വഴിക്ക് 9 എയർപിൻ ഉണ്ട്. അപ്പോൾ 9 എയർപിൻ കയറിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഓര് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ കുറച്ച് കാട്ട് റൂട്ടായതുകൊണ്ട് കുറച്ച് വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഒന്നൊരു മാക്സിമം തന്നെ പോവുക. അപ്പോൾ മാക്സിമം ഇവിടെ തന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഈ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ ഇടാതിരിക്കുക.
നെല്ലിയാമ്പിൽ ജംഗ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഈ 1-2 ഹിൽ സ്റ്റേഷൻ പോകണം. പക്ഷെ നമ്മളെ കാറിൽ നമുക്ക് ഡ്രൈവ് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ 1-2 ട്രക്കിംഗ് നമ്മളെ ജീപ്പ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അതാ നമ്മളെ കൊണ്ടുപോകണ ചേട്ടനാണ്. ചേട്ടാ, അപ്പോൾ നമ്മൾ പോണ സ്പോട്ടൊക്കെ നമ്മള് പോകുന്നത് മിന്നാമ്പാറ പറയുന്ന ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. അവിടെ നോക്കിന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലം സീതാറുണ്ട്, കൊല്ലംകോട്, പാലക്കാട്, കോയമ്പത്തൂർ, അങ്ങനെ അത്ര ഏരിയ കാണാൻ പറ്റും. ഫസ്റ്റ് വ്യൂ പോയിന്റ്. സെക്കൻഡ് വ്യൂ പോയിന്റ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിക്കുളം ഡാം അങ്ങനെയുള്ള ഏരിയ കാണും. മൂന്നാമതൊരു പോയിന്റ് കാരാശ്വരി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വാൾപ്പാറ, ആളിയാർ ഡാം, തമിഴ്നാട് വ്യൂ ആണ്. അത്രയും കിട്ടും. തമിഴ്നാട് വ്യൂ ആണ്. അത്രയും കിട്ടും. നമുക്ക് ഒരു 14 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് മൂന്നാമത്തെ പോയിന്റ് വരെ. ഏകദേശം ഒരു 3.5-4 മണിക്കൂർ. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 4 ആയാലും കുഴപ്പമില്ല. അല്ലാത്ത തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ റൈഡ് തീരുമാനം. ഇവിടെ തിരക്ക് വരുന്നതിനനുസരിച്ച്. പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈവസി ഉണ്ടാവും. അവിടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും എല്ലാം ഫോട്ടോസ് എടുക്കുമ്പോൾ ഇന്നൊക്കെ പോയി എന്ന് പറഞ്ഞാൽ തിരക്കില്ലാത്ത ദിവസമായാലും നിങ്ങൾ മാത്രം ചിലപ്പോൾ 1-2 വണ്ടി ഉണ്ടാകും നമുക്ക് ഫോട്ടോസ് എടുക്കാം. പക്ഷേ തിരക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഫോട്ടോ എടുത്താലും ഒരു 10-15 തല അതിൽ വരും നിങ്ങളെ കൂടാതെ. ഓക്കെ, അപ്പം നമ്മള് ഈ പോകുന്ന സ്പോട്ട് നമ്മളെ ഈ മലയാളം, തമിഴ് ഏകദേശം കുറെ സിനിമയുള്ള ലൊക്കേഷനുള്ള സ്പോട്ടാണ്. അപ്പൊ നമുക്ക് പോകുമ്പോൾ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. മോഹൻലാലിന്റെ ഭ്രമരം എന്നുള്ള സിനിമ എടുത്താണ്. അതെ, അപ്പം മോഹൻലാലിന്റെ ഭ്രമരം, പിന്നെ വിലായത്ത് ബുദ്ധ ഇറങ്ങിയിട്ടില്ല പൃഥ്വിരാജിന്റെ, പിന്നെ കുംകി എന്നുള്ള പടം, ഒരുപാട് പടങ്ങൾ എടുത്തു. ഒത്തിരി പടങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്പോട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇനി നമ്മളെ സാരഥി. അപ്പൊ ഇതിലാണ് ഇനി ബാക്കിയുള്ള ട്രക്കിംഗ് സ്പോട്ടിൽ നമുക്ക് പോകുന്നത്. അപ്പൊ ഈ ചേട്ടനാണ് നമ്മളെ സാരഥി. എന്റെ പേര് സലീം. സലീം. ഓക്കെ, ചേട്ടൻ എത്ര വർഷം കൊണ്ട് ഇവിടെ? 25 കൊല്ലമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുക. 25 വർഷം കൊണ്ട്. ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് പോയിട്ട് കാണാം. പോകുന്ന വഴിക്ക് ഓരോന്ന് കാണാം.